പ്രണയാംശം രചന ശ്രീയക്കു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുന്തോറും നിലക്ക് കണ്ണിലാകെ ഇരുട്ടുകയറുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ കഷ്ടപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് അവനരികിലായി ചെന്ന് നിന്നു. തൻ്റെ അടുത്ത് ആരുടെയോ സാമീപ്യം മനസ്സിലാക്കി കാശി തലയുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് അവളുടെ പിടക്കുന്ന പേടമാൻ മിഴികളിലാണ്. അതൊരേ നിമിഷം വിടരുകയും കൂമ്പിയടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒട്ടൊരു കൗതുകത്തോടു കൂടിയാണ് കാശിയുടെ കണ്ണുകൾ അത് ഒപ്പിയെടുത്തത്. തനിക്ക് അത്ര നേരം ഉണ്ടായിരുന്ന ടെൻഷനും വിഷമവുമില്ല എങ്ങോ പോയി മറിഞ്ഞതായി അവന് ഫീൽ ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം അവൻ്റെ കാഴ്ച മങ്ങുന്ന പോലെ തോന്നി. എന്നാൽ തൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന ഈ കാഴ്ച മറിഞ്ഞതിൻ്റെ ഈർഷ്യയിൽ അവൻ തലയൊന്ന് കുടഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ അവൻ്റെ ദൃഷ്ടി പതിഞ്ഞത് അവളുടെ ചെഞ്ചുണ്ടുകളിലാണ്. അത് ചെറുതായി വിറക്കുന്ന പോലെ അവന് തോന്നി. അവൻ കൂടി കണ്ടതും അവനെന്തോ അവളുടെ മുഖം മുഴുവനായി കാണണമെന്ന് തോന്നി. അവൻ കട്ടിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് നിന്നു. മദ്യപിച്ചതിനാൽ തന്നെ അവൻ്റെ കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് നിന്നു. അവളുടെ മുഖത്തോട്ട് മിഴിയൂന്നി. അവളും അപ്പോഴാണ് അവൻ്റെ മുഖത്തോട്ട് നോക്കിയത്. ഇരുവർക്കും തങ്ങളുടെ ഉള്ളിൽ ഒരു തണുത്ത കാറ്റ് വീശടിച്ച പോലെയാണ് തോന്നിയത്. ആ നിമിഷം തന്നെ ഇരുവരുടെയും കണ്ണുകൾ കോർത്തു. തൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന തൻ്റെ പ്രണയമാണെന്ന് ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പോകുന്ന പോലെ തോന്നി അവർക്ക്. എന്നാൽ പെട്ടെന്ന് എന്തോർത്ത പോലെ ഇരുവരും തങ്ങളുടെ ദൃഷ്ടി മാറ്റി. ഹു ആർ യു? കുഴഞ്ഞതും എന്നാൽ ഒട്ടും ഗാംഭീര്യം കുറയാത്തതുമായ അവൻ്റെ സ്വരം കേട്ടതും നിലക്ക് തൻ്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി. ശബ്ദം പുറത്തേക്ക് വരാത്തൊരവസ്ഥ. അതിനു പുറമെ അവളുടെ ഉള്ളിൽ ചെന്ന ഡ്രഗ്സ് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. അതിനെ തുടർന്ന് അവളുടെ ശരീരത്തിൽ എന്തെല്ലാമോ മാറ്റം വരുന്ന പോലെ അവൾക്ക് തോന്നി. അവൻ്റെ അവസ്ഥ ഏറെക്കുറെ തന്നെയായിരുന്നു. അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു തൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൻ കയ്യിലിരുന്ന ബോട്ടിൽ അടുത്ത ടേബിൾ വെച്ച് മുടിയിൽ കൈകോർത്ത് വലിച്ചു. നീ ആരാണെങ്കിലും ഇവിടുന്ന് എത്ര പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്ക്. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് എത്രയും വേഗം പോകാൻ നോക്ക്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സർ. നിലാവിനോട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ കുഴഞ്ഞ് ബെഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. കാശിക്ക് അത് കണ്ട് അവളെ തട്ടി വിളിച്ചുണർത്തണമെന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ശരീരം അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കഴുത്തിലെയും കൈയിലെയും തലയിലെയും മറ്റു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി തുടങ്ങിയിരുന്നു. കണ്ണുകൾ രക്തവർണ്ണമായി. അത്ര നേരം പ്രണയത്തോടെ നോക്കിയിരുന്ന അവൻ്റെ കണ്ണുകളിൽ കാമത്തിൻ്റെ തീ ആളിക്കത്തി. അതേ തുടർന്ന് അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് തൻ്റെ മുന്നിലായി കിടക്കുന്ന ആ പെണ്ണുടലിലേക്ക് അമർന്നു. വികാരത്തിൻ്റെ തീസൂളയിൽ പെട്ടുകൊണ്ട് തന്നെ അവൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. പിൻ ചെയ്തു വെച്ചിരുന്ന അവളുടെ സാരിയിൽ അവൻ്റെ പിടിമുറുക്കി. സാരി അവളിൽ നിന്ന് വലിച്ചു മാറ്റി അവളുടെ മാറിലും വയറിലും പൊക്കിൾ ചുഴിയിലും മറ്റും അവൻ്റെ ചുണ്ടുകളും പല്ലുകളും ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. പാതി ബോധത്തിൽ കിടന്നിരുന്ന നിലയ്ക്ക് അവനെ തടയാനോ എതിർക്കാനോ സാധിച്ചിരുന്നില്ല. അവളുടെ കൈകൾ അവൻ അവളിലേക്ക് അടക്കി പിടിച്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഇരുവരും പൂർണ്ണ നഗ്നരായി മാറിയിരുന്നു. അവൻ്റെ കൈകളും ചുണ്ടുകളും അവളിൽ പരതി നടക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം അവളുടെയും. എന്നാൽ ഒരിക്കൽ പോലും ഇവർക്ക് അടർന്നു മാറാൻ സാധിച്ചിരുന്നില്ല. വികാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവൻ അവളിലെ പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. ഇരുവരുടെയും ശരീരത്തിൽ നഖത്തിൻ്റെയും പല്ലുകളുടെയും ക്ഷതമേൽപ്പിച്ച പാടുകളിൽ നിന്നും രക്തം ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവർ അറിഞ്ഞിരുന്നില്ലെന്നതാണ് സത്യം. ഇനിയും തന്നിലെ വികാരം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതും കാശി തലമുടിയിൽ കൈകോർത്ത് അലറിക്കരഞ്ഞു. അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. നിലക്കപ്പോഴേക്കും പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാശി അലറിക്കൊണ്ട് ബെഡിലും പില്ലോയിലും മറ്റും അവനെ നഖവും പല്ലുകളും ആഴ്ത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടും തനിക്ക് തൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന വികാരങ്ങൾ ശമിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ വീണ്ടും ബോധം മറിഞ്ഞെടുക്കുന്ന നിലയിലേക്ക് പോയി. എത്രയൊക്കെ സ്വയം നിയന്ത്രിക്കാൻ നോക്കിയിട്ട് അതിന് കഴിയാതെ അവൻ വീണ്ടും ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ അവളിലേക്ക് പടർന്നു കയറി. അവസാനം ചുവന്ന കണ്ണുകളാൽ ബോധം മറിയുമ്പോഴും അവൻ്റെ അടഞ്ഞ കൺകോണിൽ കൂടെ മിഴിനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. പാതിരാത്രിയായപ്പോൾ ശരീരത്തിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നീലപതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്നാൽ ശരീരത്തിന്റെ വേദനയും ഉള്ളിലുള്ള ഡ്രഗ്സിന്റെ ഡോസിന്റെ എഫക്റ്റിനാലും അവളുടെ മിഴികൾ തുറക്കുന്നതിനനുസരിച്ച് അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും ശരീരത്തിൽ എല്ല് നുറുങ്ങുന്ന വേദന അനുഭവപ്പെട്ടതിനാൽ അവൾ അവിടെ തന്നെ കിടന്നുപോയി. പെട്ടെന്നാണ് അവൾക്ക് ശരീരത്തിൽ വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നിയത്. ശരീരത്തിലെ വേദന കാരണം അവൾക്ക് തൻ്റെ ശരീരത്തിലൊരു തുണിയുടെ മറ പോലുമില്ലെന്ന സത്യം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കിടക്കുന്ന തൻ്റെ റൂമിലാണെന്ന ധാരണയിൽ അടുത്ത് പുതപ്പിനായി പരതി. എന്നാൽ പെട്ടെന്ന് കൈ ആരുടെയോ തലയിൽ കൊണ്ടുപോലെ തോന്നിയതും അവൾ വേഗം കൈവലിച്ചുകൊണ്ട് പതിയെ തല ഉയർത്തി നോക്കി. അപ്പോഴാണ് അവൾ തൻ്റെ ശരീരം നോക്കിയത്. ഒരു തുണിയുടെ മറ പോലും ഇല്ലാതെയാണ് താൻ കിടക്കുന്നതെന്ന് കണ്ടതും അവളുടെ ഉള്ളിലൊരു അഗ്നിപർവ്വം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. അവൾ ആ വേദനയ്ക്കിടയിലും കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റിരുന്ന് അടുത്ത് കിടന്ന സാരി എടുത്ത് ശരീരത്തിൽ പുതച്ചു. അവൾക്ക് അലറി കരയണമെന്ന് തോന്നി. തന്നിൽ അവശേഷിച്ച ശരീരശുദ്ധിയും തനിക്ക് നഷ്ടമായിരിക്കുന്നു എന്നോർക്കവേ ജീവനറ്റ ശവം കണക്കി അവൾ തലയിൽ കൈ താങ്ങിയിരുന്നു.
അവളിൽ നിന്ന് യാതൊരുവിധ ശബ്ദവും പുറത്തേക്ക് വന്നിരുന്നില്ല. എന്നാൽ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. അവൾ തലപതിയെ ഉയർത്തി അവളുടെ അടുത്തായി കമിഴ്ന്നു കിടക്കുന്നവനെ നോക്കി. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരുത്തനിത തൻ്റെ ജീവിതം തന്നെ നിലയില്ലാക്കത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇനി തനിക്ക് എന്താണുള്ളത്? ആർക്കും വേണ്ടാത്ത ഈ നശിച്ച ജന്മം അവസാനിപ്പിച്ചാലോ എന്ന് അവൾ ഒരു നിമിഷം കരുതി. എന്നാൽ അടുത്ത നിമിഷം അവളുടെ മനസ്സിലേക്ക് തൻ്റെ കുഞ്ഞനുജത്തിമാരുടെ മുഖം കടന്നു വന്നു. താൻ ജീവിതം അവസാനിപ്പിച്ചാൽ അവർക്ക് ആരാണുള്ളതെന്ന് ഓർക്കവേ അവളുടെ ഉള്ളം നേറി. അവൾ ഒരു പാവണയ്ക്ക് കട്ടിൽ നിന്നും പതിയെ കാലുകൾ താഴേക്ക് വെച്ചു. ശരീരത്തിന് സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിനേക്കാളും കൂടുതൽ വേദന മനസ്സിലായിരുന്നുകൊണ്ട് തന്നെ അവൾക്ക് ആ നിമിഷം അതൊന്നും ഒന്നുമല്ലെന്ന് തോന്നി. അവൾ പതിയെ എഴുന്നേറ്റ് റൂമിൽ പറയിടത്തായി കിടന്നിരുന്ന തൻ്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു. ബ്ലൗസിൻ്റെയും സാരിയുടെയും മറ്റും പല ഭാഗങ്ങളും കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയൊക്കെയോ ഇട്ട് കീറിയ ഭാഗം കൂട്ടിപ്പിടിച്ച് അവളെ ഏതോ ലോകത്തെന്ന പോലെ മുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. മുറിയുടെ വാതിൽക്കിലെത്തിയതും അവൾ ആ കട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. എന്തോ ആ കട്ടിൽ കിടക്കുന്നവനെ അവൾക്ക് ആ നിമിഷം ശപിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഹാളിലേക്ക് നടന്നു. അവിടെ സോഫയിലിരിക്കുന്ന രാജേഷിനെ കണ്ട് അവൾ തറഞ്ഞു നിന്നു. രാജേഷ് അവൾ വന്നു നിൽക്കുന്ന കണ്ട് ചുണ്ടിൽ വിരിഞ്ഞ കുടിലത മറച്ചു വെച്ച് അവൾക്ക് നേരെ ചീറി അടുത്തു. പന്ന പോലെയാടി മോളെ, ഇതായിരുന്നു അല്ലപ്പോ നിന്റെ യഥാർത്ഥ മുഖം. എന്നിട്ട് ഞങ്ങളെല്ലാം പൊട്ടന്മാരാക്കിയ ഒരു ശീലാവതി ചമയിൽ പിഴച്ചവൾ. രാജേഷ് നിലയുടെ ഇരുകവളിലും മാറി മാറി അടിച്ച് അവൾ പിടിച്ച് തള്ളി. മര്യാദക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്തതിനാൽ അവൾ നേരെ ചെന്ന് ടീപ്പോയിലിടിച്ച് താഴെ വീണു. അപ്പോഴും ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ ഒരുതരം മരവിപ്പായിരുന്നു അവൾക്ക്. അവളുടെ അവസ്ഥ കണ്ട് അവന്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. ഇനി എന്താണ് തീ പിടിച്ച് നീ ഇവിടെ ഇരിക്കുന്നത്? ഇനിയും നിന്റെ മാറിലൊന്നുണ്ടോ? അതുകൊണ്ട് ആ ഉള്ളിൽ കിടക്കുന്നവനെ എഴുന്നേറ്റ് വരാൻ കാത്തിരിക്കുകയാണോ? ആണെങ്കിൽ അവനെ കാത്തിരിക്കണമെന്നില്ല, ഞാൻ വേണമെങ്കിൽ സഹകരിക്കാം. എന്താ അത് മതിയോ? ഒന്നുമില്ലെങ്കിലും നിന്നെ താലിയിട്ടിയ നിന്റെ ഭർത്താവല്ലേ ഞാൻ. എന്താ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? രാജേഷ് ഒരു ഭക്ഷണം ചിരിയോട് അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. നീല കരഞ്ഞുകൊണ്ട് താൻ ഉടുത്തിരുന്ന കീറി പറഞ്ഞ സാരി ശരീരത്തിലൂടെ ചുറ്റിയിട്ടു. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിലും നിന്നെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം ഞാനും കൂടി എന്തെങ്കിലും ചെയ്താൽ നീ ചിലപ്പോൾ തട്ടിപ്പോവും. അതുകൊണ്ട് നിന്റെ ബാക്കി അസുഖങ്ങളെല്ലാം ഞാൻ മാറ്റി തരുന്നുണ്ട്. പിന്നെ നിനക്കൊന്നും അറിയില്ലെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കണം. ആൾറെഡി മോളെ, നീ ചെയ്തതിനെല്ലാം നിനക്ക് ഞാൻ തരുന്നുണ്ട്. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. രാജേഷ് നിലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവിടുന്ന് എഴുന്നേൽപ്പിച്ച് ഒരു പട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന പോലെ കാശിയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറക്കി. ഡേ, ഇനി ഞാൻ പറയുന്ന മര്യാദക്ക് ശ്രദ്ധിച്ചു കേട്ടോ. കരഞ്ഞു വിളിച്ചടക്കാതെ മര്യാദക്ക് ഇതുവഴി പുറത്തിറങ്ങാൻ നോക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും നിന്റെ കോലവും കരച്ചിലും കണ്ടാ അത് നിനക്ക് തന്നെ കുഴപ്പമാവുക. അതായത് അവരതിനൊരു പേര് നിനക്ക് ഇട്ടുതരും, പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്താ അത് വേണോ? അവന്റെ ചോദ്യം കേട്ട് നിലക്കൊരു നിമിഷം അവളുടെ അനിയത്തിക്കുട്ടികളുടെ മുഖം ഓർമ്മ വന്നു. താനൊരു ചീത്തയാണെന്ന് പുറം ലോകം അറിഞ്ഞാൽ തന്റെ അനിയത്തിക്കുട്ടികളുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നോർത്ത് അവൾ വേഗം കണ്ണുകൾ തുടച്ച് സാരി കൊണ്ട് ശരീരം നന്നായി പുതച്ച് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ രാജേഷിന്റെ ഒപ്പം വേച്ച് നടന്നു നീങ്ങി. പാർക്കിങ്ങിൽ കിടക്കുന്ന കാറിൽ കയറുന്നവരെ അവൾ തന്റെ ഹൃദയം കീറി മുറിക്കുന്ന വേദനയെ തടഞ്ഞു നിർത്തി. എന്നാൽ അതിനുള്ളിൽ കയറിയിരുന്നതും അവളുടെ കണ്ണിൽ നിന്നും കവിളിനെ നനച്ചുകൊണ്ട് കണ്ണുനീര് ഒഴുകിയിറങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാജേഷിന്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരി തന്നെ ഇവരെ തന്നെ നോക്കി തൊട്ടടുത്ത കാറിലിരിക്കുന്ന കാർത്തികിലേക്കും പടർന്നു. വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം രാജേഷ് നിലയെ വാക്കുകളാൽ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിനോടൊന്നും പ്രതികരിക്കാനുള്ള ശേഷി ആ പാവത്തിനില്ലായിരുന്നു. ഏകദേശം പുലർച്ചയോടടുത്തിരുന്നു. ഇരുവരും വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ എത്തിയതുപോലും അറിയാതെ കണ്ണുകൾ അടച്ച് സീരിയൽ ചാരിയിരിക്കുന്ന നിലയെ കണ്ട് രാജേഷ് അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് കൂടി ഒന്ന് വിരലോടിച്ചു. പെട്ടെന്ന് തന്നെ മുഖത്തൊരു സ്പർശനമേറ്റതും നില ഞെട്ടി കണ്ണു തുറന്ന് അവന്റെ കൈകൾ തട്ടിമാറ്റി. മോളെ, ഞാനൊന്ന് തൊട്ടപ്പോൾ നിനക്ക് പൊള്ളിയോ? എനിക്കുള്ളതൊക്കെ തന്നെ അവനുള്ളു. എന്നിട്ട് അവൻ നിന്റെ മേത്ത് കയറി മേഞ്ഞപ്പോ നീ കിടന്നുകൊടുത്തില്ലടി പഴച്ചവളെ. രാജേഷ് പറയുന്നേട്ട് നില കണ്ണുനീർ വാർത്തുകൊണ്ട് തലകുമ്പിട്ടിരുന്നു. അത് കണ്ട് അവൻ പുച്ഛിച്ചിരിച്ച് അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളത് അപ്പോൾ തന്നെ തട്ടിമാറ്റാൻ തുനിഞ്ഞെങ്കിലും അവന്റെ പിടുത്തം മുറുകി. നീ അധികം കിടന്ന് പെടക്കാതിരി. ഇപ്പൊ ഞാൻ നിന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല. നീ എന്തായാലും എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. നിനക്കിന്ന് ആ മറ്റവൻ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. രാജേഷിന്റെ വായിൽ നിന്ന് വന്ന് അറപ്പുളവാക്കുന്ന വാക്കുകൾ കേട്ട് അവൾ മുഖം പൊത്തി അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ആരെ കാണിക്കാനടി പഴച്ചവളെ നീ കിടന്ന് മോങ്ങുന്നത്? നിന്റെ ഈ കരച്ചിൽ കണ്ട് ഇവിടെ സഹതപിക്കാനൊന്നും ആരുമില്ല. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വരാൻ നോക്ക്. രാജേഷ് അവൾ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരമെത്തി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പുറകിൽ നിലയില്ലെന്ന് കണ്ടതും അവൻ ദേഷ്യത്തോടെ പല്ലടിച്ച് തിരികെ വന്ന് അവളുടെ സൈഡിലെ ഡോർ തുറന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് തള്ളി. അവൻ തള്ളിയതിന്റെ ആഘാതത്തിൽ അവൾ വീഴാൻ പോയെങ്കിലും അടുത്തുള്ള മരത്തിൽ പിടിച്ചെങ്ങനെയോ ബാലൻസ് ചെയ്ത് നിന്നു.
രാജേഷ് അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്ന് ഡോർബെൽ അടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രാജേശ്വരി വന്ന് ഡോറ് തുറന്നു. എന്താ മോനെ ഇത്രയും നേരം വൈകിയത്? അതെ, നിൽക്കുന്നവരോട് ചോദിക്ക്. ഈ നാശം എന്താ മോനെ ചെയ്ത്? നിൽക്കുന്ന പിഴച്ചവളെന്റെ സാറിന്റെ അടുത്തേക്ക് അവിടെ കുഴപ്പം മാറ്റാൻ പോയിരിക്കായിരുന്നു. എന്താ മോനെ, എന്താ നീ പറഞ്ഞേ? സത്യാമ്മ ഞാൻ പറഞ്ഞു, ഇവളെ ഏതോ ഒരുത്തന്റെ മുമ്പിൽ തുണിയുരിഞ്ഞ് കിടന്നുകൊണ്ടിട്ടാ ഇവിടെ വന്ന് ഞെളിഞ്ഞിരിക്കുന്നത് ദേവിടിശി. രാജേഷ് പറഞ്ഞിരുന്നു. രാജേശ്വരി നിലയെ പിടിച്ച് മുന്നിൽ നിർത്തി അവളുടെ കവിളിൽ മാറി മാറി അടിച്ചു. ഹാസത്തെ, നീ ഇങ്ങനെയുള്ളൊരു പെണ്ണായിരുന്നോ? ഇത്രക്ക് നിന്നിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. പോയിക്കിട്ട് മുന്നിന്ന് പേഴ്ചവള്. രാജേശ്വരി അവളെ പിടിച്ചെള്ളിയതും അവൾ അവരെ ഇരുവരെയും നിറകണ്ണുകളോടെ നോക്കി അവിടുന്ന് വേച്ച് വേച്ച് അവളുടെ മുറിയിലേക്ക് പോയി. മുറിക്കകത്ത് കയറി വാതിലടച്ച് അവളൊരു പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്ക് ഊർന്നിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ. നില പോയി എന്ന് കണ്ടതും രാജേശ്വരി വേഗം രാജേഷിന്റെ അടുത്തേക്ക് വന്നു നിന്നു. എടാ മോനെ, നീ പറഞ്ഞൊക്കെ സത്യമാണോ? ഞാൻ പറഞ്ഞ സത്യാമ്മേ. ഏതോ ഒരുത്തൻ ചാവച്ചൂപ്പി അവശിഷ്ടമായിപ്പോ അവള്. പിന്നെ എന്തിനാണ് നീ പഴച്ചവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോന്നാ പോരായിരുന്നോ? അങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ അമ്മേ. അവൾ ഇപ്പോഴും നിയമപരമായിട്ട് എൻ്റെ ഭാര്യ. ഇപ്പൊ അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചാ അത് ചിലപ്പോൾ എൻ്റെ പെടയിലേക്ക് വന്നിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. എന്നാലും ഇവളിങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും കരുതിയോ? അല്ല മോനെ, അപ്പൊ ആ 10 ലക്ഷത്തിന്റെ കാര്യോ? അത് നമുക്കിനി കിട്ടില്ലേ? അത് നടക്കില്ലെന്ന് പറഞ്ഞു അമ്മേ. ഇവള് വെർജിനായിരുന്നല്ലോ ഇവിടുന്ന് പോകുമ്പോ. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഡോക്ടർ ഇവിടെ ഒരു സർവ്വഗേറ്റ് ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതോടെ ആ പൈസ പോയി കിട്ടി. കഷ്ടായല്ലോ മോനെ, 10 ലക്ഷം പോയത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ, ഞാൻ പോയി കിടക്കട്ടെ. അമ്മയും പോയി കിടക്കാൻ നോക്ക്. രാജേശ്വരി അവൻ പറഞ്ഞു കേട്ട് നിരാശയോടെ നിലയെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് റൂമിലേക്ക് തിരിഞ്ഞടന്നു. രാജേഷ് അവന്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ അപ്പോൾ അവന്റെ ചുണ്ടിൽ കുടിലെന്ന് നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇവളിലൂടെ ഇനി എനിക്ക് കിട്ടാൻ പോകുന്ന 10 ലക്ഷം ഞാൻ അമ്മയ്ക്ക് പോലും തരില്ല. എനിക്ക് വേണത് മുഴുവനായും. പക്ഷെ ആ കാർത്തികനിൽ വന്നുവിട്ടുകൊണ്ട് അവനും കൊടുക്കേണ്ടി വരും ഒരു പങ്ക്. പക്ഷേ കൊടുക്കില്ല ഞാൻ. അതിനുവേണ്ടി എന്ത് നെറികെട്ട കളിയും ഞാൻ കളിക്കും. എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇനി ചീത്ത കേട്ടാലും വേണ്ടില്ലെന്ന് വിചാരിച്ച് കാശിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് ആകാശ്. എന്നാൽ ഡോർബെൽ അടിച്ചിട്ടും ഡോർ തുറക്കാത്തതുകൊണ്ട് അവൻ പതിയെ ഹാൻഡിലൊന്ന് തിരിച്ചു നോക്കി. അത് തുറന്നു വന്നും ആകാശി ഒരു സംശയത്തോടെ അകത്തേക്ക് കയറി. ഹാളിൽ ആരുമില്ലെന്ന് കണ്ടതും അവൻ കാശിയുടെ മുറിയിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ചയിൽ ആകാശി ഞെട്ടിധരിച്ച് നിന്നു. നഗ്നനായി ബെഡിൽ കിടക്കുന്ന കാശിയെ കണ്ട് ആദ്യത്തെ ഞെട്ടിൽ മാറിയത് അവൻ അകത്തേക്ക് പാഞ്ഞ് വേഗം ഒരു പുതപ്പെടുത്ത് അവന്റെ ശരീരത്തിലൂടെ ഇട്ട് കാശിയെ തട്ടി പിടിച്ച് ഉണർത്താൻ നോക്കിയെങ്കിലും അവൻ ഉണരുന്നില്ലെന്ന് കണ്ട് അവൻ കാശിയെ തിരിച്ചു കിടത്തി. അവിടെ നിലത്തി കിടന്നിരുന്ന അവന്റെ ഡ്രസ്സ് എടുത്ത് അവൻ ഇട്ടുകൊടുത്തു. അപ്പോഴാണ് അവൻ ബെഡിലെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടത്. അത് കണ്ട് അവനെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. എന്നാൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ ആകാശ് വേഗം പുറത്ത് കാവൽ നിന്നിരുന്ന അവന്റെ ഗാർഡ്സിനെ അവിടേക്ക് വിളിച്ചിരുത്തി. കാശിയെയും കൊണ്ട് അവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവിടെ എത്തിയതും ഡ്യൂട്ടി ഡോക്ടർ അവന്റെ അവസ്ഥ കണ്ട് വേഗം ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവൻ ICUലേക്ക് കയറ്റിയതും ആകാശ് തളർച്ചയോടെ അവിടെയുള്ള ചെയറിൽ തറയിൽ കൈത്താങ്ങിയിരുന്നു. പുലർച്ചെ കരഞ്ഞു കരഞ്ഞ് എപ്പോഴും ആ പാമ്പെണ്ണ് മയങ്ങിപ്പോയിരുന്നു. പെട്ടെന്ന് എന്തോ അവ്യക്തമായ സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണർന്നു. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷം താൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു പുലരി തന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ലേ എന്ന്. പക്ഷേ തന്റെ കുഞ്ഞനുജത്തിമാരുടെ മുഖം ഓർക്കുമ്പോൾ താൻ തോറ്റുപോവുകയാണ്. ഇനി തന്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും തന്റെ അനിയത്തിക്കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തി അവളെ പഴയതുപോലെ എഴുന്നേറ്റ് നടത്തിക്കണം. അതിനുശേഷം താൻ ഈ ഭൂമി വിട്ടുപോയാലും ഞങ്ങളുടെ മാഷച്ചൻ അവരിരുവരെയും പൊന്നുപോലെ നോക്കും. കാരണം മക്കളില്ലാത്ത മാഷച്ചനും ടീച്ചറമ്മയ്ക്കും ഞങ്ങൾ 3 പേരെയും വലിയ ഇഷ്ടമായിരുന്നു. അവരുടെ ഗതികേട് കൊണ്ടാണ് താൻ ഇവിടെ എത്തിപ്പെട്ട്. അല്ലെങ്കിൽ ഒരിക്കലും അവർ തന്നെ ആ സമൂഹ വിവാഹത്തിൽ പങ്കെടുപ്പിക്കില്ലായിരുന്നു. അന്ന് അവിടെ നിന്ന് കിട്ടുന്ന പൈസയും ഗോൾഡും കൊണ്ട് നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള കുറച്ച് പൈസ റെഡിയാക്കാമെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ ആ പൈസയും ഗോൾഡും എല്ലാം രാജേശ്വരി അമ്മ വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ഒന്നുമില്ലാത്തവളായി ഇവിടെ ഒരു അടുക്കളക്കാരിയെ പോലെ ഇത്രയും കാലം കഴിഞ്ഞു. എന്നാൽ ഒന്ന് തൻ്റെ പക്കൽ അപ്പോഴും സുരക്ഷിതമായിരുന്നു, തൻ്റെ മാനം. എന്നാൽ ഇപ്പോൾ അതും തനിക്ക് നഷ്ടമായിരിക്കുന്നു. ഓർമ്മയുടെ ഒഴുക്കിൽപ്പെട്ട് സഞ്ചരിച്ചിരുന്ന അവളുടെ മനസ്സ് അവസാനം എത്തിപ്പെട്ടത് ഇന്നലത്തെ ദിവസത്തിലേക്കാണ്. അതോർക്കും തോറും അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവൾ കരച്ചിൽ നിർത്തി കണ്ണുകൾ അമർത്തി തുടച്ചു. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ തനിക്ക് നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടി എത്രയും വേഗം അനിയത്തിക്കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ട പൈസ കണ്ടെത്തണം. പക്ഷേ പൈസ എവിടുന്ന് കിട്ടും? ആരോട് ചോദിക്കും? അതെല്ലാം ഓർക്കും തോറും നിലക്ക് തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നി. അവൾ മുഖം പൊത്തിയിരുന്ന് തേങ്ങി കരഞ്ഞു. എന്നാൽ അവൾക്കൊന്ന് മനസ്സോർന്ന് കരയാൻ പോലും അവസരം കൊടുക്കാതെ മുറിക്ക് പുറത്തുനിന്ന് രാജേശ്വരിയുടെ അസഭ്യവാക്കുകൾ അവളെ തേടിയെത്തി. എന്നും വിളിക്കുന്നതിനേക്കാൾ ഒരു വാക്ക് ഇന്ന് കൂടിയിട്ടുമുണ്ട്, പിഴച്ചവൾ. അതുകൊണ്ട് ഇതിനും കൂടുതലൊന്നും തനിക്ക് കേൾക്കാൻ വയ്യ എന്നുകൊണ്ട് തന്നെ അവൾ പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് അവൾ നിലത്തേക്ക് തന്നെ വീഴാൻ പോയി. കാരണം ശരീരമാകെ എല്ലുനുറുങ്ങുന്ന വേദനയായിരുന്നു.
അതെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ തനി കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ശരീരത്തിൽ വെള്ളം വീഴുമ്പോൾ എല്ലാം ഇവിടേക്കോ നീറ്റൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് അവിടെ ചുണ്ടുകൾ വിതുമ്പി. ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിനൊപ്പം ആ പാവം പെണ്ണിന്റെ കണ്ണുനീർത്തുള്ളികളും ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. പുലർച്ചെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് കാശി. ICUവിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 7-8 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ അവനെക്കുറിച്ച് യാതൊരു വിവരം അറിയാത്തതുകൊണ്ട് തന്നെ ആകാശ് ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ICUവിൽ നിന്നൊരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അത് കണ്ട് അവൻ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, കാശി കശ്യപുരഗ്രാമിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആകേഷ് സാർ, താങ്കൾ ഇങ്ങനെ ടെൻസ്ഡ് ആവാതെ, എനിക്ക് താങ്കളോട് അല്പം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് പ്ലീസ് കം ടു മൈ ക്യാബിൻ. ഡോക്ടർ പറയുന്നിട്ട് ആകാശ് ICUവിലേക്ക് നോക്കിക്കൊണ്ട് അയാളുടെ പുറകെ ക്യാബിനിലേക്ക് പോയി. ആകാശ് സാർ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഡോക്ടർ പറഞ്ഞു കേട്ട് ആകാശ് ടെൻഷനോടെ അദ്ദേഹത്തിന് മുമ്പുള്ള ചെയറിലിരുന്നു. സാർ, ഞാനിനി പറയുന്നത് സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. കശ്യപ് സാറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. സാറിൻ്റെ ബോഡി ഇപ്പോഴും മെഡിസിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം അത്രയും ഹൈലി എഫക്റ്റീവ് ഡോസുള്ള ഒരു ഡ്രഗ്സാണ് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അതും സെക്ഷൽ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് ആ ഡ്രഗ്സിൻ്റെ അളവ് പൂർണ്ണമായും ഇല്ലാതായാൽ മാത്രമേ അദ്ദേഹം കോൺഷ്യസ് സ്റ്റേജിലേക്ക് എത്തുകയുള്ളൂ. ഞങ്ങളിപ്പോൾ ആ ഡ്രഗ്സ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട്. അത് സക്സസ് ആയാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ആകാശ് ഒരു തളർച്ചയോടെ ചെയറിലേക്ക് ചാരിയിരുന്നു. രാവിലെ തന്നെ കാർത്തി വിളിച്ച പ്രകാരം അവനെ കാണാൻ ബീച്ച് റോഡിൽ വന്നാണ് രാജേഷ്. അളിയാ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാ? കാർത്തി ചോദിക്കുന്നിട്ട് രാജേഷ് സംശയത്തോടെ നെറ്റി വിളിച്ച് അവനെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് കാർത്തിക് അവൻ്റെ അടുത്ത് വന്നിരുന്നു. എടാ, ഞാൻ ചോദിച്ച ആ 10 ലക്ഷത്തിന് പറ്റിയാ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ നടന്നല്ലോ. അപ്പോൾ നമുക്കിനി അധികം വൈപ്പിക്കുക, അത്രയും പെട്ടെന്ന് പോയി ആ പൈസ വാങ്ങുന്നില്ലേ നല്ല? കാർത്തിക് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എന്തിനെക്കുറിച്ചാണ് അവൻ സംസാരിച്ചു വരുന്നതെന്ന് രാജേഷിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. എന്നാൽ അത് കാർത്തിക് കാണാതെ അവൻ സമർത്ഥമായി മറച്ചു പിടിച്ചു. എടാ, അത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ചെന്ന് ചോദിച്ചാൽ ശരിയാവില്ല. അതെന്താടാ, നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ കാര്യങ്ങൾ നടന്നല്ലോ, പിന്നെന്താ പ്രശ്നം? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.